പ്രിയ പ്രേക്ഷകരെ, ഏവർക്കും എൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡോടുകൂടി ചങ്ങമ്പുഴ വിഷയം ഇവിടെ സമാപ്തമാവുകയാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 76 വർഷങ്ങളായി. അതായത് 1948 ജൂൺ 11 തൃശ്ശൂർ മംഗളോദയം നഴ്സിംഗ് ഹോമിൽ വച്ചായിരുന്നു അന്ത്യം. കാലം ഇത്രത്തോളമായിട്ടും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചും ചർച്ചകളും പഠനങ്ങളും ഗവേഷണങ്ങളും ഒളിമറിയാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില അബദ്ധജടിലമായ ധാരണകൾ സമൂഹത്തിൽ അവിടെവിടെ മുളച്ചു നിൽക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിൻ്റെ ഒരു കവിത അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായിരുന്നു എന്നാണ്. അത് കവിത ഏതെന്ന് പറയുന്നില്ല, ഒരു കവിത പഠിക്കാനുണ്ടായിരുന്നു എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും കാണുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം കവിത എഴുതി തുടങ്ങിയത് 9ാമത്തെ വയസ്സിലാണ്. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം എഴുത്തു തുടങ്ങിയത്. ഹൈസ്കൂളിലേക്കായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പല പ്രസിദ്ധമായ മാധ്യമങ്ങളിലൊക്കെ വരാൻ തുടങ്ങി. എന്ന് കരുതി അതൊരു പാഠ്യവിഷയത്തിലേക്ക് എടുക്കാവുന്നത്ര പ്രചാരം കിട്ടിയിരുന്നില്ല. എന്ന് തന്നെയല്ല, അദ്ദേഹം അന്ന് കുട്ടിയാണ്. പിന്നീട് അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ വന്നോ എന്ന് നമുക്ക് നോക്കാം. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന KR ഗൗരിയമ്മ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച മഹൽ വ്യക്തിയാണ്. അവർ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് അധികം കാലങ്ങളായിട്ടില്ല. അവരുടെ വാഗ്ധോരണികളിലോ ലിഖിതങ്ങളിലോ ഈ കവിത പഠിക്കാനുണ്ടായിരുന്നു എന്ന പരാമർശം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഗൗരിയമ്മ അത് വലിയൊരു നേട്ടമായിട്ട് പറയുമായിരുന്നു. ചങ്ങമ്പുഴയുടെ കൂടെ പഠിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യം, മഹത്തായ കാര്യവും വലിയ നേട്ടവുമായിട്ടാണ് ഗൗരിയമ്മ കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കാനുണ്ടായിരുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവർ പറയുമായിരുന്നു. അപ്പോൾ ഇൻ്റർമീഡിയറ്റും പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കാനുണ്ടായിരുന്നില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം തിരുവനന്തപുരത്തെ ആർട്സ് കോളേജിൽ BA ഓണേഴ്സിന് പഠിക്കുമ്പോൾ പഠിക്കാനുണ്ടായിരുന്നോ എന്ന് നോക്കാം. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻ തലമുറക്കാരുടെ കവിതകൾ മാത്രമേ പാഠ്യപദ്ധതിയിൽ പെടുത്തിയിരുന്നുള്ളൂ എന്നാണ് കാണുന്നത്. അതായത് എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള കവികളുടെ മാത്രമേ ആ കാലഘട്ടത്തിൽ വിഷയമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു TN ഗോപിനാഥൻ നായരും S ഗുപ്തൻ നായരും. അവർ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആകൃഷ്ടരായിട്ട് അദ്ദേഹമായിട്ട് സൗഹൃദം സ്ഥാപിച്ചവരാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ കവിതകളാണ് അവർ ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് തേടി പിടിച്ച് ആണ് ചങ്ങമ്പുഴയായിട്ട് പരിചയപ്പെട്ടത്. അവരാരും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അവരും നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ്. S ഗുപ്തൻ നായർ ഒന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിത അങ്ങനെ പഠിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. അത് ഒരു വായ്മൊഴി ആണെന്ന് വയ്ക്കാം. രേഖകളിൽപ്പെട്ടത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഭാഷാ സാഹിത്യ ചരിത്രത്തിലേക്ക് ഒന്നെത്തി നോക്കാം.
പ്രധാനമായിട്ടും പി ഗോവിന്ദപിള്ളയും ഉള്ളൂരുമാണ് നമ്മുടെ ഭാഷാ സാഹിത്യത്തിന് ചരിത്രം കുറിച്ചിരിക്കുന്നത്. ആദ്യം പി ഗോവിന്ദപിള്ളയാണ് എഴുതിയത്, പിന്നെ രണ്ടാമതാണ് ഉള്ളൂർ. ഈ രണ്ട് പുസ്തകങ്ങളിലും എടപ്പള്ളി കവികളെക്കുറിച്ചും അവരുടെ കവിതകളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ചങ്ങമ്പുഴയെ പറ്റി വളരെയധികം കൂടുതൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ മാഹാത്മ്യം, കവിതകൾ, പിന്നെ പ്രത്യേകിച്ച് രമണൻ്റെ കാര്യം, ഇതൊക്കെ അതിനകത്ത് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അത് പി ഗോവിന്ദപിള്ളയുടെ ഭാഷാ സാഹിത്യത്തിലും പറയുന്നുണ്ട്, ഉള്ളൂരിൻ്റെയിലും പറയുന്നുണ്ട്, രണ്ടുപേരുടെയിലും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ ഭാഷാ സാഹിത്യ ചരിത്രത്തിൽ തന്നെ പ്രഥമവും അതിമഹത്തരമായിട്ടുള്ള ഒരു സംഭവം ആയനെ. അതിനവരെടുത്ത് കാണിച്ചിരുന്നെ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തും ഇത് പറയുന്നില്ല. പിന്നെ ഇനി അത് നോക്കാം. ഇനി പദ്യസാഹിത്യത്തിൻ്റെ മാത്രം ചരിത്രമുണ്ട്. മറ്റേ എല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഭാഷയുടെ ചരിത്രമാണ്. ഇനിയും പദ്യം മാത്രം വേർതിരിച്ചിട്ട് നമ്മുടെ പദ്യസാഹിത്യ ചരിത്രം എന്നും പറഞ്ഞ് ഒന്നുണ്ട്. അതിനകത്തും ഈ എടപ്പള്ളി കവികളെ പറ്റി പറയുന്നുണ്ട്, ചങ്ങമ്പുഴയെ പറ്റി പറയുന്നുണ്ട്, എടപ്പള്ളി രാഘവൻപിള്ളയെ പറ്റി പറയുന്നുണ്ട്. ഇതിലൊന്നും അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ള കാര്യം കാണുന്നില്ല. ഇപ്പം ഇങ്ങനെ പറയുന്നവർക്ക് രേഖയായിട്ട് കാണിക്കാനുള്ളത് അവരുടെ ഉള്ളം കൈയിലെ രേഖ മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, രമണൻ ചങ്ങമ്പുഴയുടെയും എടപ്പള്ളി രാഘവൻപിള്ളയുടെയും കഥയാണെന്നുള്ളൊരു ധാരണ ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അത് ഒരു തെറ്റിദ്ധാരണയാണ്. ഒന്ന് ഞാൻ പറയാം, എടപ്പള്ളി രാഘവൻപിള്ള ഒരു ജൂലൈ മാസത്തിലാണ് മരിച്ചത്. ആ കൊല്ലം തന്നെ ഒക്ടോബർ മാസത്തിലാണ് രമണൻ പുറത്തിറങ്ങിയത്. കേവലം 3 മാസത്തിൻ്റെ ഉള്ളിൽ, 3 മാസമേ ചുരുങ്ങിയത് കിട്ടുള്ളൂ. ജൂലൈ 17-ാം തീയതിയാണെന്ന് തോന്നുന്നു എടപ്പള്ളി രാഘവൻപിള്ള മരണപ്പെട്ടത്. ഒക്ടോബർ ആദ്യവാരത്തിൽ രമണനും പുറത്തിറങ്ങി. അപ്പോൾ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ രമണൻ തട്ടിക്കൂട്ടി ഒരു സാധാരണ ഒരു പ്രസ്സിൽ അച്ചടിപ്പിച്ച് പുസ്തകമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ, ഇന്നത്തെ പ്രിൻറ്റിങ് ടെക്നോളജി ആയിരുന്നില്ല അന്ന്. അച്ചുകൾ നിരത്തിക്കൊണ്ട് പറക്കി ഓരോന്നും വച്ച് എടുക്കുകയാണ്. അപ്പോൾ സുമാർ ഒരു സാധാരണ പ്രസ്സിൽ, ആ പ്രസ്സിലിപ്പോൾ വലിയ പ്രസ്സുകൾ അന്ന് വലിയ മെഷീനൊക്കെ ഉണ്ട്, സിലിണ്ടർ പ്രസ് മെഷീനൊക്കെ ഉണ്ട്. അതിൽ ഒറ്റയടിക്ക് ഇങ്ങനെ റോളായിട്ട് ഇങ്ങനെ ഒരു റോളറിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിക്കൂടെ പേപ്പർ പോയിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. അതിൻ്റെ സംവിധാനം ഞാൻ വീണ്ടും പറയാം. ഇതിപ്പോൾ എൻ്റെ വിഷയത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ പ്രിൻറ്റിങ് മേഖലയെ പറ്റിയിട്ട്, ടെക്നോളജിയെ പറ്റി ഞാൻ ഒന്നുകൂടി വിസ്തരിച്ച് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അച്ചുകളുടെ കാര്യം, അത് ഞാൻ ഒരിക്കൽ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പഴയ ലിപിയിൽ നിന്ന് പുതിയ ലിപി പരിഷ്കരിച്ച സമയത്ത് ആ പഴയ ലിപിക്കുള്ള ബുദ്ധിമുട്ടുകളും പുതിയ ലിപി വന്നുകൊണ്ടുള്ള ഗുണങ്ങളും എന്തുകൊണ്ടാണ് പുതിയ ലിപി ഭാഷയിൽ ഉണ്ടാക്കാൻ കാരണമെന്നൊക്കെ സൂചിപ്പിച്ചു. ആ എപ്പിസോഡ് കണ്ടേക്കണവർക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഒരു വശം അടിച്ച് നല്ല പോലെ ഉണങ്ങിയിട്ടേ മറുവശം അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അടിച്ച് പുസ്തകമാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ഈ 2-3 മാസത്തിനുള്ളിൽ അത് വളരെ സംഭവിക്കാവുന്നൊരു കാര്യമില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുത്തിക്കെട്ടി ബൈൻഡ് ചെയ്ത് പുസ്തകമാക്കണം. അപ്പോൾ ഇത് വെറും അതൊരു ധാരണ, ഒരു കഥ, ഒരു പഴങ്കഥ പോലെ ഓരോരുത്തർ പറഞ്ഞു വന്നു. അതിൽ ചില കാരണങ്ങളുണ്ട്. എടപ്പള്ളി രാഘവൻപിള്ളയുടെ ദാരുണമായ മരണവും രമണനിലെ പ്രമേയവും ഏതാണ്ട് ഒരേപോലെയാണ്. രമണൻ പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതാണ്. എടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണവും അതുപോലെ ദാരുണമായിട്ടുള്ളതായിരുന്നു. അത് രണ്ടും ഒത്തുചേർന്നു എന്ന് മാത്രം. എൻ്റെ നിഗമനത്തിൽ എടപ്പള്ളി രാഘവൻപിള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചങ്ങമ്പുഴ രമണൻ എഴുതിയിട്ടുണ്ട്.
അക്കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനുള്ള പശ്ചാത്തലം എടപ്പള്ളി അല്ല. എടപ്പള്ളി എന്ന് പറയുമ്പോൾ മണൽപ്രദേശങ്ങളും വട്ടക്കുളങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ചുറ്റപ്പെട്ട് കിടന്ന പ്രദേശമാണ്. അവിടെ രമണനിലെ പോലെ ഒരു ഗ്രാമീണ അന്തരീക്ഷമായിരുന്നില്ല അവിടെ. അത് അദ്ദേഹത്തിന് കിട്ടിയത് പാലായിൽ നിന്നാണ്. പാലാ നാരായണൻ നായരും ഇദ്ദേഹവും വളരെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ പാലായിൽ മുനിസിപ്പൽ കോർട്ടിൽ ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ച് അവിടെ താമസാക്കി. അപ്പോൾ ഇടയ്ക്ക് ഇദ്ദേഹം അമ്മാവൻ്റെ വീട്ടിൽ പോകും. ഈ പാലാ നാരായണൻ നായരുടെ അച്ഛനും ഇദ്ദേഹത്തിൻ്റെ അമ്മാവനും വളരെയധികം സുഹൃത്തുക്കളായിരുന്നു, അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവർ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പാലാ നാരായണൻ നായരുടെ അച്ഛൻ പറഞ്ഞ എൻ്റെ മകൻ ഇങ്ങനെ കവിതകളൊക്കെ എഴുതും, ഇങ്ങനെ അത്യാവശ്യം ചിലയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ചങ്ങമ്പുഴയുടെ അമ്മാവനും പറഞ്ഞുകൊണ്ട് എൻ്റെ മരുമോനും എഴുതുന്നുണ്ട് എന്ന്. അപ്പോൾ രണ്ടുപേരും വായിച്ചിട്ടുണ്ട്. പാലാ നാരായണൻ നായർ ചങ്ങമ്പുഴയുടെ കവിത വായിച്ചിട്ടുണ്ട്, ചങ്ങമ്പുഴ പാലാ നാരായണൻ നായരും വായിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് അവർ കുട്ടിക്കാലത്തെ പാലാ നാരായണൻ നായർ എടപ്പള്ളി വന്ന് പറയുന്നുണ്ട്, ചങ്ങമ്പുഴയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, ആഹാരം കഴിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കുന്നിൻ ചെരുവിലായിട്ടുള്ള വീടായിരുന്നു പാലാ നാരായണൻ നായർ. പച്ച മരങ്ങൾ കൊണ്ട് നിറഞ്ഞതും നീലമലകളും പൂത്തുലഞ്ഞ കാട്ട് ചെടികളും കാലികൾ മേഞ്ഞ് നടക്കുന്ന പുല്ലുമേടുകളും കാലിപ്പിള്ളേർ കളിച്ച് നടക്കുന്ന സ്ഥലങ്ങളും ഒക്കെയായിരുന്നു ഈ പാലാ നാരായണൻ നായരുടെ വീട്. അങ്ങനെയുള്ളൊരു നല്ല പ്രകൃതി രമണീയമായ ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അപ്പോൾ ചങ്ങമ്പുഴയുടെ മനസ്സിൽ ഈ അന്തരീക്ഷവും പശ്ചാത്തലവും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിനെ വച്ചുകൊണ്ട് അദ്ദേഹം രമണൻ രചിച്ചു. കാരണം അവിടെ പോയപ്പോൾ ഈ കാലി പിള്ളേരെ കണ്ടിട്ടുണ്ട്. കാലിപ്പിള്ളേരെന്ന് പറഞ്ഞാൽ കാലി മേച്ച് കിടക്കുന്ന പശുക്കളെ മേച്ച് കിടക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഉള്ള അന്തരീക്ഷവും ഈ കുന്നിൻ ചെരുവുകളും പൂത്ത കാട്ടുചെടികളും വൃക്ഷങ്ങളും ഒക്കെ കണ്ടപ്പോൾ അനുസൃതമായിട്ട് അദ്ദേഹം രമണൻ എഴുതിയാണ്. ഇതിപ്പോൾ നമ്മളൊരു നാടൻ രീതിയിൽ പറയും, ഒരു ചക്ക വീണപ്പോൾ മൊയിൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഇത് എടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണവും ഈ രമണനും ഏതാണ്ട് ഒരേപോലെ, രമണൻ്റെ പ്രമേയവും അത് ഒരേപോലെ. പിന്നെ മറ്റൊന്ന്, രമണൻ എടപ്പള്ളി രാഘവൻപിള്ളയ്ക്കാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം രാഘവൻപിള്ളയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടിരുന്ന പലർക്കും അദ്ദേഹം ഓരോ കൃതികൾ സമർപ്പിച്ചിട്ടുണ്ട്. എസ് ഗുപ്തൻ നായരുടെ പേരിൽ സമർപ്പിച്ചിട്ടുണ്ട്, ടി എൻ ഗോപിനാഥൻ നായരുടെ പേരിൽ സമർപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്ന ഉള്ളൂരിന് സമർപ്പിച്ചിട്ടുണ്ട്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അദ്ദേഹം ഓരോ കൃതികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ സുഹൃത്തായിരുന്ന എടപ്പള്ളി രാഘവൻപിള്ളയ്ക്കും സമർപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മരണത്തോടടുത്തായതുകൊണ്ടും മരണം ഈ രീതിയിലായിരുന്നുകൊണ്ടും ഇതിന് കുറച്ചും കൂടി വിഷാദാത്മകമായി ഒരു 2-3 പാരഗ്രാഫിൽ അദ്ദേഹം ഒരു വളരെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച ആലങ്കാരികമായിട്ട് അത് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ധാരണ അവരുടെ തന്നെ ജീവിതമാണ് എന്ന് ഈ രമണൻ എന്നാണ്. അപ്പോൾ അങ്ങനെ അവരുടേതല്ല. എന്ത് ഞാൻ ഒന്നും കൂടി പറയാം, നമ്മൾ രമണനിൽ കാണുന്നത് പോലെയുള്ള ആത്മമിത്രങ്ങളായിരുന്നില്ല എടപ്പള്ളി രാഘവൻപിള്ളയും ചങ്ങമ്പുഴയും. പക്ഷേ ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നതിൽ കവിഞ്ഞ് ഇതുപോലുള്ളൊരു ആത്മബന്ധം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഈ സാഹചര്യം കിട്ടിയിട്ടില്ല. രണ്ടുപേരുടെയും ജീവിത രീതി കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. ഞാൻ എടപ്പള്ളി രാഘവൻപിള്ള പറയുമ്പോൾ കുറേ പറയാം. ചങ്ങമ്പുഴ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഇടയ്ക്ക് പഠനം നിർത്തി ജോലിക്ക് പോയി, പിന്നെ വന്ന് വീണ്ടും പഠിച്ചു. ഒരാൾ പഠിച്ച ആലുവയിലാണ്, ഒരാൾ പഠിച്ച എറണാകുളത്താണ്. പിന്നെ അവരുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ഒത്തു പറ്റിയിട്ടില്ല. പിന്നെ ഇദ്ദേഹം മഹാരാജാസിൽ പോയി ചേരുകയൊക്കെ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിലും നമുക്ക് ഈ എടപ്പള്ളിയുടെയും ചങ്ങമ്പുഴയുടെയും ജീവിതമാണ് ഈ രമണനിലെ പ്രമേയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി മൂന്നാമത് ഒരു തെറ്റിദ്ധാരണ ഉള്ളത്, ഇദ്ദേഹത്തെ
രാഷ്ട്രീയത്തിൻ്റെ നിറത്തിൽ മുക്കിയെടുത്ത് ഇടത്തോട്ട് മാറ്റിവെച്ചു എന്നാണ്. അദ്ദേഹം ഇടതുനായിരുന്നില്ല വലതുനായിരുന്നില്ല. നേത്രകവചമണിഞ്ഞ പന്തയക്കുതിരകളെപ്പോലെ അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പടക്കുതിരകൾക്ക് നോക്കിയിട്ടുണ്ട്, അതുങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കില്ല, അവർക്ക് ഫിനിഷിംഗ് പോയിൻ്റ് മാത്രമേ അവർ നോക്കുള്ളൂ, അങ്ങനെ അത് ഓടിപ്പോളൂ. അതേപോലെ തന്നെയായിരുന്നു ചങ്ങമ്പുഴയുടെയും ജീവിതം. അദ്ദേഹം സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട കാലം അതിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പിന്നെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ വൈക്കം സത്യാഗ്രഹ സമരം, ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം, ഉപ്പു സത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഒരു പരിപാടികളിലും ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ ചരിത്രത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇങ്ങനെയുള്ളതിലൊക്കെ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും അങ്ങനെ ഒട്ടനവധി ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും അങ്ങനെ ഒന്നിലും നമ്മൾ കണ്ടിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് വെറുപ്പോ ഇഷ്ടപ്പെടാനിട്ടുമല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അഗ്രഗണ്യനായി തീരണം, അങ്ങറ്റത്തെത്തിച്ചേരണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്നു. നേരെ മറിച്ച് അദ്ദേഹം ഇതിലേക്ക് പതറിപ്പോയായിരുന്നെങ്കിൽ നമ്മുടെ സാഹിത്യ ഭണ്ഡാരത്തിലേക്ക് ഇത്തരം മഹത്തായ സൃഷ്ടികൾ കിട്ടുമായിരുന്നില്ല. ഇനി വേറൊന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു സഖാവ് PKR വാര്യർ, ഡോക്ടർ PKR വാര്യർ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അദ്ദേഹത്തിന് കുടിൽ മുതൽ കൊട്ടാരം വരെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഈ പറഞ്ഞ പോലെ കൊട്ടാരത്തിലും കുടിലുകളിലും പാടത്തും എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ കൃതികൾ പാടിക്കൊണ്ട് നടന്നു. ഞാൻ പറഞ്ഞില്ലേ, രമണൻ ഒരു ചായക്കടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പയ്യൻ പാടിക്കൊണ്ട് നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അദ്ദേഹം. അപ്പോൾ എല്ലാ ആൾക്കാരെയും, അത് വലിയവരുടേതും ചെറിയവരുടേതായും എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരുന്ന ഒരു കവിയായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹം ഇടതനോ വലതനോ ആയിരുന്നില്ല. ഇനി ഈ ഡോക്ടർ PKR വാര്യരെ പറ്റി പറയാം. അദ്ദേഹം ഈ ചങ്ങമ്പുഴ മദ്രാസിൽ നിയമപഠനത്തിന് പഠിക്കുമ്പോൾ ഈ വാര്യർ അവിടെ പാർട്ടിയുടെ ഏതോ പരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു. വലിയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചങ്ങമ്പുഴയെ കാണാൻ പോവും, അദ്ദേഹത്തിൻ്റെ റൂമിൽ പോവും, അദ്ദേഹം എഴുതിയേക്കുന്ന കവികളൊക്കെ നോക്കും, ചങ്ങമ്പുഴ വായിക്കും. അവിടെ ചെന്ന ചങ്ങമ്പുഴയ്ക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. അത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു, അദ്ദേഹം പഠിക്കുന്നിടത്തൊക്കെ അദ്ദേഹത്തിന് ഈ സാഹിത്യപരമായിട്ടുള്ള ചർച്ചകളോ വേറെ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം ഈ PKR വാര്യർ അവിടെ ചെല്ലുമ്പോൾ, അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതി തീർത്തിരിക്കുകയാണ്. കവിതയുടെ പേര് സ്റ്റാലിൻ്റെ മീശ എന്നായി. അത് വേഗം എടുത്ത് നോക്കിയത്. അത് കണ്ടപ്പോൾ ഇത് വായിച്ചപ്പോൾ വാര്യരുടെ മുഖഭാവങ്ങൾ മാറി. വളരെ പരുഷമായിട്ട് ചങ്ങമ്പുഴ പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിക്കരുത്, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചങ്ങമ്പുഴ പറഞ്ഞു, ഞാനത് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ സോവിയറ്റ് യൂണിയൻ്റെ നിലനിൽപ്പ് സ്റ്റാലിൻ്റെ മീശയുടെ തുമ്പത്താണ് എന്ന്. വളരെ പ്രധാനപ്പെട്ടൊരു, വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ സ്റ്റാലിൻ്റെ മീശ പറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സോവിയറ്റ് യൂണിയനെ മുഴുക്കെ പിടിച്ചു നിർത്തിയത്. സ്റ്റാലിൻ്റെ മീശ ഇല്ലായിരുന്നെങ്കിൽ സോവിയറ്റ് യൂണിയനെ ഉണ്ടാവില്ലായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് വാസ്തവമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ദീർഘദൃഷ്ടിയുള്ള മനുഷ്യനായിരുന്നു ചങ്ങമ്പുഴ. അദ്ദേഹം പറഞ്ഞ പോലെ ഇന്ന് സോവിയറ്റ് യൂണിയൻ തരിപ്പണമായി ഛിന്ന ഭിന്നമായി പോയില്ലേ, എവിടെ എല്ലാം പോയില്ലേ. അപ്പോൾ ആ സ്റ്റാലിൻ അന്ന് പിടിച്ചു നിർത്തുകയായിരുന്നു അവരെ. ഞാൻ അവിടെ രാഷ്ട്രീയം പറയല്ല. അപ്പോൾ ചങ്ങമ്പുഴയുടെ ആ കവിതയിൽ അതാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒരു ഇസ്വമായിട്ടില്ല. എന്താ ഞാൻ, അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ ആളായിരുന്നില്ല, രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നില്ല. എല്ലാ ജാതിക്കാരോടും എല്ലാ മതസ്ഥരോടും ഒരുപോലെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന് അമ്പലോ പള്ളിയോ ഒക്കെ ഒരേപോലെയായിരുന്നു. എടപ്പള്ളിയിലെ ഒരു സാംസ്കാരിക പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എടപ്പള്ളി പള്ളിയിലെ വികാരിയാണ് കൊണ്ടുവന്നത്.
അപ്പോൾ അത്രയ്ക്കും അദ്ദേഹത്തെ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു കവിയായിരുന്നു ചങ്ങമ്പുഴ. ഇനി എനിക്ക് പ്രേക്ഷകരോടൊന്ന് പറയാനുള്ളത്, ഇത്രയും പ്രസിദ്ധനായി അറിയുന്ന ഒരു കവിയുടെ ഒരു കവിതയുടെ 4 വരിയെങ്കിലും മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ, എടപ്പള്ളി രാഘവൻപിള്ളയുടെയോ കവിതകളുണ്ടെങ്കിൽ എടുത്ത് വായിക്കണം. വായനശാലകളിൽ കിട്ടും, അല്ലെങ്കിൽ പുസ്തകശാലയിൽ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും, വില കൊടുത്ത് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആമസോൺ കിൻഡലിൽ എല്ലാ പുസ്തകങ്ങളുണ്ട് മലയാളത്തിൽ. സർവ്വ പുസ്തകങ്ങളും മലയാളത്തിൽ ആമസോൺ കിൻഡലിലുണ്ട്. ഓൺലൈനായിട്ട് കിട്ടുള്ളൂ എന്ന് മാത്രം, നമുക്ക് പുസ്തക രൂപത്തിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിലും വാങ്ങിക്കണം, വാങ്ങിച്ച് വായിച്ചിരിക്കണം എന്നെനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്തേ.